ഹായ്, ഇപ്പോൾ സമയം 4:30, പുലർച്ചയ്ക്ക് 4:30 ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ കോഴിക്കോട് KSRTC ഡിപ്പോ എന്നല്ല, ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ കീഴിൽ വരുന്ന ഉല്ലാസയാത്ര പാക്കേജിലാണ്. ഒരുപാട് വട്ടം KSRTCയിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണൊരു പാക്കേജിൽ യാത്ര ചെയ്യുന്നത്. അതും അവരിപ്പോൾ ഈ ഒരു മൺസൂൺ പ്രമാണിച്ച് ഈ ഒരു ടൈമിൽ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ അടിപൊളിയായിരിക്കുന്ന കുറച്ച് നല്ല അടിപൊളി സ്പോട്ടുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പാക്കേജിൽ. ഞാനാണെങ്കിൽ ഇതുവരെ അവർ ആ പാക്കേജിലൊന്നും പോയിട്ടുമില്ല. അപ്പോൾ ഈ ഒരു മൺസൂണിൽ അവർ ഇത്രയും നല്ല കുറേ സ്ഥലങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അവർ പാക്കേജും ട്രൈ ചെയ്യുക, സ്ഥലവും കാണുക എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഇന്ന് പോകുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ്. എങ്ങനെയുണ്ട് നോക്കാം. ഇതുവരെ ഞാൻ പോയ KSRTC ട്രിപ്പുകളൊക്കെ അടിപൊളിയാണ്, പക്ഷെ അതൊന്നും തന്നെ പാക്കേജ് ട്രിപ്പുകളല്ലായിരുന്നു. ഇതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു KSRTC ഉല്ലാസയാത്ര പോണത്, അതും നെല്ലിയാമ്പതിയിലേക്കാണ്. ഇനി അങ്ങടേക്ക് എല്ലാ ഞായറാഴ്ചയും KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ കീഴിൽ നെല്ലിയാമ്പതി പാക്കേജുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഞാനിപ്പോൾ കോഴിക്കോടേക്ക് അല്ലട്ടെ പോണത്, ഞാൻ രാമനാട്ടുകര നിന്നാണ് ബസ് കയറുന്നത്. നമ്മൾ പോണത് പാലക്കാടേക്കാണല്ലോ, അപ്പോൾ കോഴിക്കോട് നിന്ന് രാമനാട്ടുകര വഴിയാണല്ലോ പാലക്കാടേക്കൊക്കെ പോവാം. അപ്പോൾ പിന്നെ വെറുതെ രാമനാട്ടുകര നിന്ന് കോഴിക്കോടേക്ക് പോവാതെ രാമനാട്ടുകര നിന്ന് തന്നെ ബസ് കയറാമെന്ന് കരുതി. വണ്ടിയൊക്കെ ഞാൻ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നെല്ലിയാമ്പതി ഉല്ലാസയാത്ര പാക്കേജിന്റെ ടൈമിംഗ് വരുന്നത് പുലർച്ചെ 4:30 കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിട്ട് തിരികെ ഒരു 12 മണി 12:30 നമ്മൾ കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തുന്ന രീതിക്കാണ്. നമ്മുടെ ബസ് 5 മണി ആകുമ്പോഴേക്കും രാമനാട്ടുകര എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പാക്കേജിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ സമയം 7 മണി ആവാനായി. നമ്മുടെ ബസ് ഏകദേശം മണ്ണാർക്കാട് എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. മണ്ണാർക്കാട് KSRTC ഡിപ്പോയിൽ എത്തുന്നതിന്റെ കുറച്ച് മുന്നേ ആയിട്ടാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബസ് നിർത്തുക. ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ടൊന്നുമില്ല, ഞാൻ കഴിച്ചത് 2 ഉഴുന്നുവടയും 1 കോഫിയാണ്. വേറെ ഒന്നും കഴിക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു. പിന്നെ ഉഴുന്നുവട എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് ഐറ്റാണ്. അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, 2 ഉഴുന്നുവട അങ്ങോട്ട് വാങ്ങി അത് കഴിച്ചു. ഈ കാണുന്ന ബസ്സിലാണ് നമ്മളിപ്പോൾ കോഴിക്കോട് നിന്ന് വന്നത്. ഇനി ഈ ഒരു ബസ് മാറിയിട്ട് മണ്ണാർക്കാട് നിന്ന് ചെറിയ ബസ്സിലായിരിക്കും നമ്മൾ പോവാം. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും മണ്ണാർക്കാട് KSRTC ഡിപ്പോയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ബസ് ചേഞ്ച് ചെയ്തിട്ടാണ് പോവുക. അതായത് നമ്മൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് മണ്ണാർക്കാടേക്ക് വന്ന ബസ് എന്ന് പറയുന്നത് സൂപ്പർ ഡിലക്സ് ആണ്. പക്ഷെ ഈ ഒരു ബസ് നമ്മുടെ നെല്ലിയാമ്പതിയിലുള്ള ചെറിയ റോഡുകളിലൂടെ ഒന്നും പോവില്ല. അപ്പോൾ ഇവിടുന്ന് മണ്ണാർക്കാട് സ്റ്റാൻഡിൽ നിന്ന് ഓർഡിനറി ബസ് എടുത്തിട്ടാണ് നമ്മൾ ഇനി ബാക്കി യാത്ര. ആ കാണുന്ന അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഓർഡിനറി ബസ്സിലേക്കാണ് ഇനി നമ്മൾ മാറി കയറാൻ പോകുന്നത്. ബാക്കിയുള്ള യാത്രകൾ കംപ്ലീറ്റ് ഈ ഒരു ബസ്സിലായിരിക്കും. അങ്ങനെ നമ്മൾ ഡിലക്സ് നിന്ന് നേരെ ഓർഡിനറിയിലേക്ക് മാറിയിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഇനി അങ്ങോട്ടേക്ക് പോണ വഴിക്ക് ഞാൻ നമ്മുടെ പാക്കേജിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിക്കാണ് നമ്മുടെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ കീഴിൽ പാക്കേജുകളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു മഴക്കാലം ആസ്വദിക്കാനായിട്ട് ഒരുപാട് അടിപൊളി പാക്കേജുകളായിട്ടാണ് KSRTC ഇത്തവണ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പോകുന്ന നെല്ലിയാമ്പതി മാത്രമല്ല, വാഗമൺ, ഇളവീഴ പൂഞ്ചിറ, അതുപോലെ തന്നെ കണ്ണൂരുള്ള പൈതൽ മല, പിന്നെ ആതിരപ്പള്ളി, അങ്ങനെ ഒരുപാട് നല്ല മൺസൂൺ സ്പോട്ടുകളാണ് ഇവർ ഇത്തവണ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 1 ഡേ പാക്കേജുകൾ മാത്രമല്ല, 2 ഡേയ്സും 3 ഡേയ്സും ഒക്കെ വരുന്ന പാക്കേജുകളും അവൈലബിൾ ആണ്. ഇത് ഓരോ KSRTC ഡിപ്പോയിലും മാറിക്കൊണ്ട് നിൽക്കും കേട്ടോ. ഞാൻ ഇപ്പൊ പറഞ്ഞ പാക്കേജുകളൊക്കെ നമ്മുടെ കോഴിക്കോട് ഡിപ്പോന്റെ കീഴിൽ വരുന്നതാണ്. നിങ്ങൾ ഇനി ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്ഥലത്തുള്ള KSRTC ഡിപ്പോ ആയിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്താൽ മതി. കോഴിക്കോട് KSRTC ഡിപ്പോയിൽ വരുന്ന കോഴിക്കോട് ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ കോർഡിനേറ്റേഴ്സിന്റെ നമ്പർ ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസും ബുക്കിംഗും ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ട്രിപ്പിലേക്ക് വരാം. ഇപ്പൊ നമ്മൾ പാസ് ചെയ്യുന്നതാണ് പോത്തുണ്ടി ഡാം. നെന്മാറ കഴിഞ്ഞിട്ട് ഒരു 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പോത്തുണ്ടി ഡാമിലെത്താം. നമ്മൾ ഇപ്പം പോത്തുണ്ടി ഡാമിൽ ഇറങ്ങുന്നില്ല, എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് റിട്ടേൺ ഇറങ്ങുമ്പോഴായിരിക്കും നമ്മൾ പോത്തുണ്ടി ഡാം വിസിറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ നെല്ലിയാമ്പതിയിലേക്കുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നെന്മാറ നിന്ന് 8 കിലോമീറ്റർ ആണ് നമ്മുടെ നെല്ലിയാമ്പതി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്കുള്ള ദൂരം. കൊല്ലങ്കോടിന്റെ ഗ്രാമീണ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇനി നമ്മൾ നെല്ലിയാമ്പതി ചുരം കയറാനാണ് പോണത്. കോഴിക്കോട് നിന്ന് 171 കിലോമീറ്റർ ആണ് നെല്ലിയാമ്പതിയിലേക്കുള്ളത്. അതുപോലെ തന്നെ കൊല്ലങ്കോട് നിന്നും 38 കിലോമീറ്ററും നെന്മാറ നിന്ന് 28 കിലോമീറ്ററും ആണ് നെല്ലിയാമ്പതിയിലേക്കുള്ള ദൂരം. നമ്മുടെ ഈ ഒരു നെല്ലിയാമ്പതി പാക്കേജിൽ ഒരാൾക്ക് 1000 രൂപയാണ് ബസ് ചാർജ് മാത്രമായിട്ട് വരുന്നത്. ഈ ഒരു 1000 രൂപ പാക്കേജിൽ നമ്മുടെ ഭക്ഷണവും അതുപോലെ തന്നെ എൻട്രി ഫീയും ഇൻക്ലൂഡ് അല്ല കേട്ടോ. അത് നമ്മൾ സെപ്പറേറ്റ് തന്നെ എടുക്കണം. കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ മലപ്പുറത്ത് നിന്നൊക്കെ ഈ മഴയും മഞ്ഞും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു 1 ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. ഈ ഒരു സമയത്താണ് നിങ്ങൾ നെല്ലിയാമ്പതി പോകുന്നതെങ്കിൽ അതൊരിക്കലും വെറുതെ ആവില്ല.
നെല്ലിയാമ്പതി ചുരത്തിലെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ എണ്ണിയാ തീരാത്ത ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണെങ്കിൽ മറ്റേ സൈഡിൽ പോത്തുണ്ടി ഡാമിന്റെ വ്യൂവും അതുപോലെ തന്നെ ഒരുപാട് മലനിരകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ നമ്മൾ ബസ്സിന്റെ ഏത് സൈഡ് ഇരുന്നാലും നല്ല അടിപൊളി വിഷ്വൽസ് ആയിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. ഈ ഒരു ട്രിപ്പിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റും കേശവമ്പാറ വ്യൂ പോയിന്റും അതുപോലെ തന്നെ പോത്തുണ്ടി ഡാമും വരയാടുമല വ്യൂ പോയിന്റും ഓറഞ്ച് ഫാമും ഒക്കെയാണ്. ഈ ഒരു യാത്രയിൽ കംപ്ലീറ്റ് നമുക്ക് വെസ്റ്റേൺ ഗട്ട്സിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ കഴിയുക. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിന്റ് ആയിട്ടുള്ള വരയാടുമല വ്യൂ പോയിന്റിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. ഈ ഒരു സ്ഥലം നിങ്ങളിൽ കുറെ പേർക്ക് അറിയാൻ മതി, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും തന്നെ. നമ്മൾ നെല്ലിയാമ്പതി എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അധികവും കാണുന്ന ഫോട്ടോസ് ഒക്കെ ഏകദേശം ഇവിടെ നിന്നുള്ളതാണ്. ഇതുവഴി മുകളിലേക്ക് പോകുന്ന ആരും തന്നെ ഇവിടെ നിർത്താതെ പോണില്ല കേട്ടോ. ഇവിടെ കുറച്ചു നേരം നിർത്തി കുറച്ചധികം ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്താണ് എല്ലാരും ഇവിടുന്ന് പോണത്. ഒരു സൈഡിലാണെങ്കിൽ പോത്തുണ്ടി ഡാമിന്റെ വ്യൂവും അതുപോലെ തന്നെ മലകളൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കാടും പാറകളും ഒക്കെയാണ് കേട്ടോ. ആ പാറന്റെ പുറത്തൂടെ വരുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെയാണ് കാഴ്ച. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളായാലോ. അങ്ങനെ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്കാണ് കേട്ടോ പോണത്. നമ്മുടെ ഈ ഒരു ബസ്സിൽ കോഴിക്കോടിന്റെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് വന്നിട്ടുള്ള പല പല ഏജ് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടും കൊളീഗ്സ് ആയിട്ടും അതുപോലെ കസിൻസ് ഒക്കെ ആയിട്ട് വന്നവരാണ് കൂടുതലും. അതിൽ ആകെ ഒരാളെ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളൂ, അത് ഞാനായിരുന്നു. പോയത് ഒറ്റയ്ക്കാണെങ്കിലും ആ ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒറ്റയ്ക്ക് പോയ ഒരു ഫീലും ഇല്ലായിരുന്നു. എവിടുന്നോ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ കൊളീഗ്സ് ഒക്കെ ആയിട്ട് വന്നൊരു ഫീൽ ആയിരുന്നു ഉണ്ടായത്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന്റെ ഇടയിൽ തന്നെ നമ്മളെ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ പരസ്പരം പരിചയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നല്ല തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഉല്ലാസയാത്രയുടെ ബസ്സിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ 2 വർഷത്തോളം KSRTCന്റെ ഭാഗമായിരുന്നു. ഞങ്ങൾ 9 ആളും കൂടി ആദ്യമായിട്ട് ഇറങ്ങണ യാത്ര. പേര് റൈഹാന, ഞാനും എന്റെ നാത്തൂനും കൂടിയാണ്. ഏകദേശം എല്ലാരും പരിചയപ്പെടലൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ പുറത്ത് നല്ല അടിപൊളി കാഴ്ചകളും ഉണ്ട്. അപ്പൊ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയോണ്ടേ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ സഞ്ചരിച്ച റോഡുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇനി അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മുടെ യാത്ര. നെല്ലിയാമ്പതിയിലെ കാഴ്ചകൾ പോലെ തന്നെ ഇവിടുത്തെ തേയിലത്തോട്ടവും പ്രശസ്തമാണ്. തേയിലത്തോട്ടങ്ങൾക്ക് മാത്രമല്ല കാപ്പിത്തോട്ടങ്ങൾക്കും നെല്ലിയാമ്പതി പേര് കേട്ടതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. വെറുതെ അല്ലല്ലോ പാവപ്പെട്ടവരുടെ ഊട്ടിന്ന് നെല്ലിയാമ്പതി അറിയപ്പെടുന്നത് അല്ലേ. KSRTC വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പം കാണുന്ന കാഴ്ചകൾ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. പ്രത്യേകിച്ച് നമ്മളെ കാറിലോ ബൈക്കിലോ ഒന്നും പോലെയല്ലല്ലോ. ബസ്സാകുമ്പോൾ കുറച്ചൊരു ഹൈറ്റിലല്ലേ ഉണ്ടാവുക. അപ്പൊ ആ ഒരു ഉയരത്തുനിന്ന് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷൻ ആയിട്ടുള്ള സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. സീതാർകുണ്ട് വ്യൂ പോയിന്റ് പോപ്സ് ഗ്രൂപ്പിന്റെ സീതാർകുണ്ട് എസ്റ്റേറ്റിന്റെ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പോപ്സ് എസ്റ്റേറ്റിലേക്ക് കയറുമ്പോൾ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണം. സ്വകാര്യ സ്ഥലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. എൻട്രി ഫീ നമുക്ക് ഇവിടെ ആവശ്യമല്ല. എസ്റ്റേറ്റിനകത്തേക്ക് കയറിയാൽ പിന്നെ വേറെ തന്നെ കാഴ്ചകളാണ്. റോഡിന്റെ 2 സൈഡിലുമായിട്ട് ബുഷൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയിലാണ് ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല തേയിലത്തോട്ടത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇപ്പൊ പോകുന്നത് കാപ്പിത്തോട്ടത്തിന്റെ ഇടയിലൂടെയാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷൻ ആയിട്ടുള്ള സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വഴി കാണും. അതിൽ നേരെ പോയാലാണ് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എത്തുക. വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയിൽ 2 സൈഡിലും തേയിലത്തോട്ടങ്ങളാണ്.
അപ്പോൾ ഇതാണ് നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ട് വ്യൂ പോയിന്റ്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ബോർഡ് വെച്ചെടുത്തുനിന്ന് കുറച്ചുകൂടി ഒന്ന് മുന്നോട്ടേക്ക് നടന്നാലാണ് ഇവിടുത്തെ കറക്റ്റ് ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതാ നമ്മളിപ്പോൾ അവിടെ കാണുന്ന ആ ഒരു മരല്ലേ, നെല്ലിയാമ്പതി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിളിൽ ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന ആ ഒരു നെല്ലിമരമാണ് കേട്ടോ ഇത്. നമ്മൾ എത്തിയ ദിവസം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാഴ്ചകളും നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. താഴ്വാരത്തായിട്ട് കാണുന്നതാണ് കൊല്ലങ്കോട്. ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് കൊല്ലങ്കോടിന്റെ നെൽവയലുകളാണ്. നല്ല മഞ്ഞൊക്കെ ആണെങ്കിൽ ഈ ഒരു കാഴ്ച നമുക്ക് കാണാനേ കഴിയില്ലായിരുന്നു കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇവിടുന്ന് ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബസ്സിലെ കുറച്ച് കലാപരിപാടികൾ കണ്ടാലോ. ഒരുപാട് നല്ല ഗായകരുണ്ട്, കുട്ടിപ്പാട്ടുകാരുണ്ട്. നിങ്ങൾ ഈ കണ്ട പോലെ എല്ലാവരും തന്നെ ബസ്സിൽ അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയോണ്ട് നിൽക്കുന്നത് കേട്ടോ. മക്കളൊക്കെ റാപ്പ് സോങ് ഒക്കെ പാടി ഈ ഒരു ട്രിപ്പിൽ ഫുൾ ഓൺ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അവരും ഈ ഒരു ട്രിപ്പ് അത്രയ്ക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. പാട്ടൊക്കെ പാടി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നമ്മുടെ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഓറഞ്ച് ഫാം വിസിറ്റ് ആണ് ഇനി. ഒരാൾക്ക് 20 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇപ്പോൾ ഓറഞ്ച് സീസൺ അല്ലെങ്കിലും നമുക്ക് എന്തായാലും ഉള്ളിൽ കയറിയിട്ടൊന്ന് കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം. അപ്പോഴേക്കും എല്ലാവരും തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വലിയ കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും എല്ലാവരും അത്യാവശ്യം തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ഇവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കയറാൻ പോണതാണ് ഈ ഒരു ഓറഞ്ച് ഫാമിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായിട്ടുള്ള ഏരിയ, ചാമ്പമരത്തണൽ. പേര് പോലെ തന്നെ ഓരോ ചാമ്പമരത്തിന്റെ ചോട്ടിലും ഇരിപ്പിടങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിരുന്നു നമ്മുടെ മെയിൻ ഫോട്ടോഷൂട്ട് ഏരിയ കേട്ടോ. എല്ലാരും തന്നെ ഇവിടെ കയറി ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഓറഞ്ച് ഫാമിലെ ഓറഞ്ച് ഒഴുകുള്ള കാഴ്ചകൾ, ഏറുമാടവും ആമ്പൽക്കുളവും ഒക്കെ കണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് ബസ് കയറുകയാണ്. ഓറഞ്ച് ഫാമിൽ നിന്ന് നേരെ ബസ് എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തേക്കാണ് പോണത്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടാവാല്ലേ ബാക്കി കാഴ്ചകൾ. ഇതാ ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ്. ഇവിടെ ബിരിയാണിയും അതുപോലെ തന്നെ മീൽസും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. ഞാൻ വാങ്ങിയത് മീൽസ് ആണ് കേട്ടോ. സാമ്പാറും ഉപ്പേരിയും അച്ചാറും പപ്പടവും ഒക്കെ ആയിട്ട് കുറച്ച് നല്ല മീൽസ് തന്നെയായിരുന്നു. എല്ലാം കഴിഞ്ഞ് അതിന്റെ കൂടെ ഒരു പായസം കൂടെ ഉണ്ട് കേട്ടോ. 80 രൂപയാണ് ഈ ഒരു മീൽസിന് വരുന്നത്. കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് കേശവംപാറയിലേക്കാണ്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മളിപ്പോ കേശവംപാറയിലേക്കുള്ള വഴിയിലാണ്. നെല്ലിയാമ്പതി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ മാറിയിട്ടാണ് കേശവംപാറ ഉള്ളത്. ഇവിടെ നമുക്ക് തമിഴ് കൾച്ചറിൽ വരുന്ന ചെറിയ ചെറിയ കോവിലുകളൊക്കെ കാണാം കേട്ടോ. ഇത് ആ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ നമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത്. ഈ ചുറ്റും കാണുന്ന തേയിലത്തോട്ടങ്ങളൊക്കെ AVT ടീ പ്ലാന്റേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് തേയിലപ്പൊടിയൊക്കെ വാങ്ങാം കേട്ടോ. ഇവിടെ കിടക്കുന്ന ഈ KSRTC ബസ്സുകളൊക്കെ തന്നെ നമ്മൾ വന്ന പോലെ തന്നെ ഉല്ലാസയാത്ര പാക്കേജുകളായിട്ട് വന്നതാണ് കേട്ടോ. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഒരാൾക്ക് 20 രൂപ വരുന്ന ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ ഇനി നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് നടക്കുകയാണ്. ഒരു 400 മീറ്ററോളം ഇങ്ങനെ ഈ കാണുന്ന കാടിനുള്ളിലൂടെ നടക്കാനുണ്ട് കേട്ടോ നമുക്ക്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് അനാഥായിട്ട് കിടക്കുന്ന കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. കാടിനകത്തൂടെയുള്ള നടത്തൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് പാറമുകളിലൂടെ നടക്കാം. അവിടെ ഒരു ബിൽഡിംഗ് കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ കാലങ്ങളായിട്ട് അനാഥായിട്ട് കിടക്കുന്ന, കാട് കയറി കിടക്കുന്ന ഒരുപാട് ബിൽഡിങ്ങുകൾ ഇവിടെ ഉണ്ട്. നേരിട്ട് കാണുമ്പോൾ കറക്റ്റ് ഒരു ഹൊറർ വൈബാണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ഇവിടെ ഫുള്ള് പാറയാണ് കേട്ടോ. പേര് പോലെ തന്നെ കേശവംപാറയാണല്ലോ. ഇവിടുന്ന് കുറച്ചുകൂടി ഒന്ന് നടന്നാൽ നമ്മുടെ ഇവിടത്തെ കറക്റ്റ് വ്യൂ പോയിന്റ് കാണാം. ഇവിടെ വന്നിട്ട് ഇവിടെ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം, വ്യൂ ഒക്കെ അടിപൊളിയാണ്, എന്നാലും കാറ്റൊരു രക്ഷയില്ലായിരുന്നു. ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് പോത്തുണ്ടി ഡാം ആണ് കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ പോത്തുണ്ടി ഡാമിന്റെ വ്യൂ.
നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ പോത്തുണ്ടി ഡാമിന്റെ വ്യൂ മാത്രമല്ല ചുറ്റും മലനിരകളൊക്കെ ആയിട്ട് കാണാൻ തന്നെ അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ എവിടേക്ക് നോക്കിയാലും നല്ല ഫ്രെയിമുകളാണ്. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കുമെന്ന്. കേശവംപാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇനി പോകുന്നത് ഈ യാത്രയിലെ അവസാന ലൊക്കേഷൻ ആയിട്ടുള്ള ആദ്യം നമ്മൾ പറഞ്ഞ പോത്തുണ്ടി ഡാമിലേക്കാണ്. ഇപ്പൊ നമ്മള് നെല്ലിയാമ്പതിയിലെ 23 ഹെയർപിൻ ബെൻഡുകളൊക്കെ കഴിഞ്ഞ് ഇങ്ങ് താഴെ പോത്തുണ്ടി ഡാമിലേക്ക് എത്തിയിട്ടോ. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് 20 രൂപ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി. നല്ല ഭംഗിയിൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ലൊരു പാർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാലക്കാട് നിന്ന് 42 കിലോമീറ്ററും അതുപോലെ നെന്മാറിൽ നിന്ന് 8 കിലോമീറ്ററുമാണ് ഇങ്ങടേക്കുള്ള ദൂരം. 19ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഈ ഒരു അണക്കെട്ട് ഇന്ത്യയിലെ തന്നെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ്. നമ്മുടെ ഉല്ലാസയാത്ര പാക്കേജിൽ വരുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്പോട്ട്. നമ്മുടെ നെല്ലിയാമ്പതി യാത്രയെ പറ്റി പറയുമ്പോൾ ഈ ഒരു യാത്ര ഇത്രയും ഉഷാറാക്കി തന്ന നമ്മുടെ സാരഥികളെ കുറിച്ച് പറയാതെ പറ്റില്ലല്ലോ. ഇവരാണ് കേട്ടോ ഈ ഒരു യാത്രയിൽ ത്രൂ ഔട്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കണ്ടക്ടർ കബീറയ്ക്കും അതുപോലെ തന്നെ ഡ്രൈവർ ഷാജിയേട്ടനും. നമ്മളിപ്പോൾ കോഴിക്കോട് KSRTC വന്നതാണ്. ഇപ്പോൾ നെല്ലിയാമ്പതിയാണല്ലോ ഞങ്ങളെല്ലാവരും. ഇത് KSRTC കോഴിക്കോട് ഡിപ്പോൻ്റെ ഒരു മൺസൂൺ ടൂറിൻ്റെ ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഞങ്ങളിങ്ങനെ മൺസൂൺ ടൈമിലായിട്ട് ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ മഴേൻ്റെ ഈ ടൈമിൽ പോകാൻ പറ്റുന്ന ഏരിയകളിൽ വേർതിരിച്ചിട്ട് എല്ലാ ആഴ്ചകളിലും എല്ലാ ഞായറാഴ്ച ഇപ്പോൾ നെല്ലിയാമ്പതി ഉണ്ട്. അതേമാതിരി വയനാട് അങ്ങനെ 4-5 പാക്കേജുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പിന്നെ കുറച്ചും കൂടെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുക, പിന്നെ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കുറച്ച് പിന്നെ എന്താ പറയുക ചെറിയ കോസ്റ്റ് കുറച്ച് കുറവാണ് ബാക്കിയുള്ള ടൂർ പാക്കേജ് അപേക്ഷിച്ചിട്ട്. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ സിംഗിളായിട്ട് വരേണ്ട ആൾക്കാർക്കും ഗ്രൂപ്പായിട്ട് വരേണ്ട ആൾക്കാർക്കും എല്ലാവർക്കും കൂടെ യോജിച്ചുകൊണ്ട് പോകാൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഈ മൺസൂൺ പിന്നെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ചെയ്തു. മൂന്നാറുണ്ട്, പിന്നെ വയനാടുണ്ട്, പിന്നെ അത് 2 ദിവസമുള്ളതുണ്ട്, 1 ഡേ ആയിട്ടുള്ളതുണ്ട്. അതിപ്പോൾ ഇതൊക്കെ ബന്ധപ്പെടാനുള്ള നമ്പർ പിന്നെ ഉണ്ട്. ആ നമ്പറായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ബുക്ക് ചെയ്താൽ മതി. എല്ലാവരും പിന്നെ കാലം പിന്നെന്താ പറയുക ആഘോഷിച്ച് എല്ലാവരും കൂടെ ചേർന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു യാത്ര പോത്തുണ്ടി ഡാമിൽ വെച്ച് കഴിയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് കോഴിക്കോടേക്കാണ്. ഇവിടുന്ന് കോഴിക്കോടേക്ക് പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കോഴിക്കോടേക്ക് അവിടുന്ന് എല്ലാവരും അവരവരെ വഴിക്ക്. അങ്ങനെ കുറച്ച് നല്ല ആൾക്കാരെയും കുറച്ച് നല്ല മെമ്മറീസ് ഒക്കെ കിട്ടിയിട്ട് ഈ യാത്ര ഇവിടെ കഴിയാണ്. നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങനെ സമയം ഇതാ ഇപ്പോൾ ഒരു 2 മണി കഴിഞ്ഞ് ഞാനിവിടെ സ്റ്റാൻഡിൽ നിന്ന് എൻ്റെ വണ്ടി എടുത്തു. ഇനിയിപ്പോൾ വീട്ടിൽ പോവുക, കുളിക്കുക, നല്ലൊരു ഉറക്കം പാസ്സാക്കുക. പിന്നെ അടിപൊളി ട്രിപ്പ് ആയിരുന്നു കേട്ടത്, ഒന്നും പറയാനില്ല. ഞാൻ ഒരുപാട് വട്ടം KSRTC യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ കീഴിൽ വരുന്ന ഉല്ലാസയാത്ര പാക്കേജിൽ പോകുന്നത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഇനിയും പോകണം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളും ഒന്ന് പോയി നോക്കുക കേട്ടോ, എന്തായാലും വേസ്റ്റ് ആവൂല.